ശ്രീമദ് ഭാഗവതം മലയാള കഥാരൂപ സപ്താഹ യജ്ഞത്തിന് തുടക്കം. വടക്കേത്ര നീർനമുക്ക് ചേലക്കോട്ടിൽ വീട്ടിൽ നടക്കുന്ന സപ്താഹ യജ്ഞം മെയ് 11 ശനിയാഴ്ച ആരംഭിച്ചു. മെയ് 18 അവസാനിക്കും. മാങ്ങാട് ശ്രീ മുരളീധരൻ നമ്പീശനാണ് യജ്ഞ ആചാര്യൻ. ശ്രീമതി രാധാദേവിയാണ് യജ്ഞ പൗരാണിക. ഭാഗവതത്തിലെ ഉള്ളടക്കങ്ങൾ പൊതുസമൂഹത്തിന്റെ നിത്യജീവിതത്തിൽ അതിപ്രധാനമാണെന്നും പ്രത്യേകിച്ച് പുതുതലമുറ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടാനാണ് വീട്ടിൽ തന്നെ സപ്താഹയജ്ഞം നടത്താൻ തയ്യാറായതെന്ന് പ്രദീപ് പറഞ്ഞു. എന്താണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇത് തുടങ്ങാൻ കാരണം? സപ്താഹയജ്ഞം തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 വർഷമായി നമ്മുടെ പൈതൃകം ഇപ്പോഴുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു ബോധവൽക്കരണം, അതിനൊരു അടിസ്ഥാനത്തിൽ തുടങ്ങുന്നതാണ് നമ്മൾ. കൂടാതെ ദേശത്തിനും ഒരു ഐശ്വര്യം കാര്യങ്ങൾ, കുറേ ആൾക്കാർക്ക് പുതിയ അറിവുകൾ എന്താണ് ഹിന്ദു സംസ്കാരം കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചൊരു അറിവ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് തുടങ്ങി. ഇപ്പോൾ എല്ലാ വർഷവും ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ വർഷമാണല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഹിന്ദു പൈതൃകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ എത്തിക്കുക. പിന്നെ എല്ലാവരിലും ഒരു ഹിന്ദു സംസ്കാരം പടുത്തുയർത്തുക. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ അത് ബോധവൽക്കരണത്തിന് വേണ്ടി നമ്മൾ സ്കൂൾ തലങ്ങളിലൊന്നും അതിനുള്ള ഒരു സംസ്കൃത പഠനം ഇല്ല, സംസ്കൃത സർവകലാശാലകളില്ല. അതിനെക്കുറിച്ചൊരു പുതിയ ജനറേഷൻ എന്താണ് ഹിന്ദുമതത്തിൽ ജനിച്ച ജനങ്ങൾക്ക് എന്താണ് അവരുടെ ഹിന്ദുമതം എന്ന് 5000 വർഷം മുമ്പ് എഴുതിയ ഒരു ചരിത്രം പുറത്ത് കൊണ്ടുവന്ന് കാണിക്കുക. അതിനെ പറ്റിയൊരു ആചാര്യൻ നമുക്ക് കിട്ടി. അദ്ദേഹം നല്ല പാണ്ഡിത്യമുള്ള ആൾ. അദ്ദേഹം അത് ആളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് അതിൻ്റെതായ രീതികൾ അറിയാം. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷം. ഒരുപാട് ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അത് ശ്രമിച്ച് അവർ വേറെ ആൾക്കാർക്ക് പകർന്നു കൊടുത്ത് അതൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു സംസ്കാരത്തെ ഒന്നും കൂടി ഒന്ന് ചിട്ടപ്പെടുത്താന്ന്. അദ്ദേഹത്തെ അവിടെ ഉണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് അതിന് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹമാണ് അതിന് പ്രാപ്തനായ ആൾ തന്നെയായിട്ടുള്ളത്. പക്ഷെ നമ്മളിതിപ്പോൾ ഒരു ദേശത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കെല്ലാം ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, കുറച്ചുകൂടി വിശ്വാസങ്ങൾ കൂടട്ടെ, ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട്, അല്ല നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ദേശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഭാഗവതം പറഞ്ഞാൽ സത്യത്തിലൊരു ശാസ്ത്ര പഠനമാണ് ശരിക്കും. പക്ഷെ അത് സമൂഹമൊന്നും അത്ര മനസ്സിലാക്കിയിട്ടില്ല. കാരണം പണ്ട് 1000 വർഷം മുമ്പ് എഴുതി വെച്ച ഈ സംസ്കൃത മൂലങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രാക്ടിക്കലാകുന്നില്ല. അപ്പോൾ അത് അർത്ഥവത്താക്കി കൊടുത്താലേ പുതിയ തലമുറ ഉദ്ധരിക്കപ്പെടും മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ രംഗത്തൊരു പുതുമ കൊണ്ടുവരുന്ന ഒരാചാര്യനാണ്. മുഴുവൻ ഈ 18,000-ഓളം ശ്ലോകങ്ങളെ മലയാളീകരിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിലൂടെ ഇനി സമൂഹം ഉദ്ധരിക്കപ്പെടും. അതിനുവേണ്ടി ഒരു പുതിയ സമ്പ്രദായമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഭാഗവത സമ്പ്രദായം വിട്ട് മലയാള രൂപത്തിൽ പാരായണങ്ങളും പ്രഭാഷണങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ നല്ല റിസൾട്ടും ശരിക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്. നാട്ടുപുറത്തൊക്കെ സപ്താഹത്തിൽ ചെന്നാൽ ഉച്ചയ്ക്ക് ശേഷം ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാനവരാശിയെ ഉദ്ധരിക്കാൻ വേണ്ട ശാസ്ത്രപഠനമാണ് ശ്രീമദ് ഭാഗവതം. അതാണ് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതാണ് ഈ സപ്താഹത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി അതാണ് നടത്തേണ്ടത്. അത് അദ്ദേഹത്തിന് അത് സാധിച്ചു. യാദൃശ്യമായിട്ടാണെങ്കിൽ അത് നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി. പിന്നെ ഈ കാലഘട്ടത്തിനുകൊണ്ട് പറ്റിയത് കഥ. ഈ വൈശാഖമാസം സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മീദേവിയോടുകൂടി ഭൂമിയിൽ സന്നിധാനം ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഈ വൈശാഖമാസം. അതിലാദ്യത്തെ ആഴ്ചയാണ് ഇവിടുത്തെ സപ്താഹം. എല്ലാം കൊണ്ടും നല്ലൊരു നിമിത്തമായിട്ടൊക്കെ ഞങ്ങൾ അതിനെ കാണുന്നു പറയും. രാമ 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 ജയ രാമ 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 ജയ രാമ 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 ജയ രാമ 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 ജയ രാമ 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 ശ്രീ ഗുരുവായൂരപ്പ മന്ദാരകുണ്ടകുമുദോത്പലമല്ലികാബ്ജൈ ശൃംഗാരവേഷസുരപൂജിതവന്ദിതാംഗ്രീ മന്ദാരകുണ്ടകുമുദോത്പല സുന്ദരാംഗീ മൂകാംബികേ മയി നിധേഹി കൃപാകടാക്ഷം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മധുരോദാരമാകുന്ന അവതാര കഥകളാണ് നമ്മൾ പാരായണം ചെയ്തു തുടങ്ങിയതിൽ. വൃന്ദാവന ലീലകളാണ് എടുത്തു വർണ്ണിക്കാനുള്ളത്. പറയുന്ന കൂട്ടത്തിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാന്നുള്ള സത്യത്തെ ഒന്നും സമൂഹം അറിഞ്ഞില്ലല്ലോ. ശരിക്കും ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ വിഗ്രഹത്തിൽ മാത്രം ഉൾക്കൊള്ളേണ്ട
വളരെ സത്യമല്ല ശരിക്കും. മലർവാടി തോറുമേ അങ്ങിളം ചെന്തളിരിന്റെ കാന്തിയും പൂവും പഴങ്ങളും ചരണത്തിൽ മുട്ടുവാൻ കുനിച്ച കൊമ്പുള്ള മരങ്ങൾ ചിരിച്ചോതേ ഏട്ടനോടാതി പുരുഷൻ. കുനിച്ച കൊമ്പുള്ള മരങ്ങൾ ചിരിച്ചോതേ ഏട്ടനോടാതി പുരുഷൻ. മരങ്ങളായിട്ടു ജനിക്കലെന്തിത, മരങ്ങളായിട്ടു ജനിക്കലെന്തിത, സമർപ്പണം ചെയ്യുന്നു ഭഗവാന്റെ പാദങ്ങളിൽ. ജ്ഞാനം കൊതിച്ചിട്ടവർ പൂവും പഴങ്ങളും സമർപ്പണം ചെയ്യുന്നു ഭഗവാന്റെ പാദങ്ങളിൽ.